നമസ്കാരം. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. ഇത് മലയാളികൾക്കൊക്കെ സുപരിചിതമായ ഒരു സിനിമാ ഡയലോഗാണല്ലോ. ഈ പെർഫെക്റ്റ് ടൈം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇന്ന് ഈ പെർഫെക്റ്റ് ടൈം നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് അത് നിർവഹിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റോൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. വിവാഹ ജീവിതം അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നവരോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ വിവാഹത്തിന് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണോ? ഒടുവിൽ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ കണ്ടുമുട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ അതേസമയം തന്നെ മനസ്സിലൊരു ചെറിയ സംശയം: ഇത് യഥാർത്ഥത്തിൽ സ്നേഹമാണോ, അതോ ഈ സമയം കൊണ്ട് ഒത്തുവന്ന ഒരു ബന്ധമാണോ എന്നും നിങ്ങൾ മനസ്സിൽ സന്ദേഹിക്കുന്നുണ്ടോ? വിവാഹം എന്നത് ഒരു പെർഫെക്റ്റ് സമയത്ത് സംഭവിക്കേണ്ട ഒന്നാണോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴാണ് ഈ പെർഫെക്റ്റ് സമയം നമ്മുടെ ഈ കുടുംബജീവിതത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ വന്നു ചേരുന്നത്? ചിലപ്പോൾ ഈ പെർഫെക്റ്റ് സമയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രയാസമേറിയ സമയത്ത്, പ്രത്യേകിച്ച് ഒരു ബ്രേക്കപ്പിന് ശേഷം, അല്ലെങ്കിൽ ഒരു ഏകാന്തത ജീവിതത്തിൽ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നിരന്തരമായിട്ട് പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നു, അവിടെ ആരെങ്കിലുമൊക്കെ കൈപിടിച്ച് നടത്തുന്നു, അങ്ങനെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധിയുടെ നിമിഷത്തിൽ കണ്ടുമുട്ടിയ ഒരാളായിരിക്കാം. അതല്ലെങ്കിൽ ചുറ്റുമുള്ള എല്ലാവരും വിവാഹം കഴിച്ച് അവരുടെ ജീവിതം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നിർബന്ധം കൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവരുണ്ടാകാം. സഹോദരങ്ങളിലേക്ക് കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ മൂത്തയാൾ നിൽക്കുമ്പോൾ ഇളയതിന് കല്യാണം കഴിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു പെർഫെക്റ്റ് സമയം ഒത്തുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന ഒരനുഭവം നമുക്കൊക്കെ പരിചിതമായിരിക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം: ഈ പെർഫെക്റ്റ് സമയമാണോ, അല്ലെങ്കിൽ അനുയോജ്യനായ ഒരു വ്യക്തിയാണോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഈ പെർഫെക്റ്റ് സമയം ഒരു മിഥ്യയാണ്. എന്നാൽ നമ്മൾ അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ഈ വ്യക്തി ശരിക്കും നമുക്ക് അനുയോജ്യമായ ഒരു വ്യക്തിയാണോ, അതോ ഒരു ശരിയായ സമയത്ത് മുന്നിൽ വന്ന ഒരാൾ മാത്രമാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും? അതിന് വഴികളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. മുഴുവനായിട്ടും ഈ വീഡിയോ കാണാനായിട്ട് പരിശ്രമിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം, പെർഫെക്റ്റ് ടൈമിംഗ് എന്നതൊരു മിഥ്യാബോധമാണ്. ബന്ധങ്ങളിൽ സമയം ഒരു പ്രധാന ഘടകമാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു ശരാശരി ബന്ധം പോലും വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതിയേക്കാം. എൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ചൊരു കാര്യം ഇതാണ്: അവളുടെ ബന്ധുക്കളെല്ലാം വിവാഹിതരായപ്പോൾ തനിക്കും വിവാഹം കഴിക്കാനുള്ള ഒരു സമ്മർദ്ദമുണ്ടായി. എല്ലാവരും, അവരുടെ ബന്ധുക്കളെല്ലാം വിവാഹിതരായി. അപ്പോൾ ഈ സമ്മർദ്ദമുണ്ടായ സമയത്ത് ഇതാണ് ശരിയായ സമയമെന്ന് കരുതി അവളും ആ ബന്ധത്തിന് സമ്മതം മൂളുകയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കിടയിൽ പൊതുവായിട്ടൊന്നുമില്ല എന്ന് അവൾ തിരിച്ചറിയുന്നു. ആ പെർഫെക്റ്റ് മാച്ച് എന്ന് മാതാപിതാക്കൾക്കും വീട്ടുകാർക്കുമൊക്കെ തോന്നിയ ഒരു ബന്ധം ഒരു പെർഫെക്റ്റ് മൊമെൻ്റ് മാത്രമായിരുന്നു എന്നവൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെർഫെക്റ്റ് സമയം എന്നൊന്നില്ല, സമയത്തെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ അനുയോജ്യമായിട്ട് ഒരു വ്യക്തി കടന്നു വരുന്നത്, അതായിരിക്കണം പെർഫെക്റ്റ് സമയം. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു ബന്ധത്തെ തുടങ്ങാനോ പരിപോഷിപ്പിക്കാനോ ശ്രമിച്ചാൽ ഒരു പക്ഷേ അത് പെർഫെക്റ്റായി മാറണമെന്ന് ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി, അല്ലെ അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തി ആണോ എന്ന് നമുക്ക് പരിശോധിക്കാനായിട്ട് നമുക്ക് കഴിയുക? അതിന് ചില സൂചനകൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഒരു യഥാർത്ഥ ചേർച്ചയാണോ, അല്ലെങ്കിൽ ഒരു സമയം കൊണ്ടിങ്ങനെ ഒത്തു വന്നത് മാത്രമാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. അപ്പോൾ ആ ചോദ്യങ്ങൾ ആണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ആ വ്യക്തിയോട് എന്തിനെക്കുറിച്ചും തുറന്ന് സംസാരിക്കാനായിട്ട് കഴിയുമോ? തമാശകൾ മാത്രമല്ല, അല്ലെങ്കിൽ ജീവിതത്തിലെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ, നമ്മുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വീട്ടുകാരുമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കരിയർ ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് തുറന്നു പറയാനായിട്ട് നമുക്ക് ഈ വ്യക്തിയോട് സാധിക്കുമോ?
അതിൻ്റെ ഉത്തരം അതെ എന്നാണോ നമ്മുടെ മനസ്സിലുള്ളത്? ഇങ്ങനെ ശക്തമായ ഒരു ബന്ധം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആഴത്തിലുള്ള സംഭാഷണങ്ങൾ നടത്താനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അതുകൊണ്ട് ഒരു വ്യക്തി അനുയോജ്യമാണോ എന്ന് അറിയണമെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എനിക്കെല്ലാം എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ഈ വ്യക്തിയോട് കഴിയുമോ? രണ്ടാമതായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ വളരാൻ ഈ അനുയോജ്യമായി നമ്മൾ കണ്ടെത്തുന്ന വ്യക്തി നമ്മളെ പ്രോത്സാഹിപ്പിക്കുമോ? ഒരു ശരിയായ വ്യക്തി നിങ്ങളെ സന്തോഷിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ എപ്പോഴും മികച്ചതാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് പ്രചോദനം നൽകും. അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ എപ്പോഴും പിന്തുണയ്ക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ എളുപ്പമുള്ള കാര്യങ്ങളിൽ മാത്രം സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിലെ ഒരു സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മളുടെ ഒരു ബെറ്റർ വേർഷൻ ആകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ പിറകോട്ട് വലിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ നമുക്ക് പ്രചോദനം നൽകി ചലഞ്ചുകൾ നൽകി നമ്മളിങ്ങനെ മുമ്പോട്ട് പുഷ് ചെയ്യുന്ന ഒരാളാണോ നമ്മുടെ കൂടെ ഉള്ളത് എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു അനുയോജ്യമായ വ്യക്തിയായിരിക്കാം. മൂന്നാമതായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഏത് സാഹചര്യത്തിലും നിങ്ങൾ ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുമോ? ഒരു 5 വർഷത്തിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. എല്ലാം വിപരീതമായിട്ട്, നിങ്ങൾ സങ്കല്പിച്ചതിനോ ഒക്കെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് കരുതുക. ജോലി നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു, കുടുംബത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവായ സാഹചര്യങ്ങളും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തിട്ട് അപ്പോഴും ഈ വ്യക്തിയുടെ കൂടെ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിയുമോ? ഉത്തരം അതെ എന്നാണെങ്കിൽ അത് വളരെ നല്ല ഒരു സൂചനയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും ലൈഫ് പാർട്ട്ണർഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ സമ്മർദ്ദങ്ങളുടെ ഒരു കെണിയിൽ വീഴാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കേരളത്തിൽ സ്ഥിരം കേൾക്കുന്ന ഒന്നാണ്, പ്രായമായി വരുന്നു, ഇനി വാശി പിടിക്കരുത്, നിനക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ എവിടുന്ന് കൊണ്ടുവരാനാണ്. നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതൊരു പ്രായത്തിൻ്റെ കാര്യമല്ല, മറിച്ചൊരു ചേർച്ചയുടെ വിഷയമാണ്. ഇതാണോ ശരിയായ സമയം എന്ന് ചോദിക്കുന്നതിന് പകരം ഇതാണോ ആ ശരിയായ വ്യക്തി എന്ന് ചോദിക്കാൻ തുടങ്ങുക. കാരണം സ്നേഹമെന്നത് ശരിയായ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാളെക്കുറിച്ചല്ല, മറിച്ച് എല്ലാ സമയത്തും എല്ലാ സാഹചര്യങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം നിൽക്കുകയും ഒരുമിച്ച് വളരുകയും ചെയ്യുന്നവരെ കുറിച്ചാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, സമയത്തിൻ്റെ സമ്മർദ്ദം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ബന്ധം തിരഞ്ഞെടുക്കുന്നതിൽ സമയം ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതോ യഥാർത്ഥ ചേർച്ചയാണോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്? സമയം ആ സമയത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ ഇത് കേൾക്കണമെന്ന് നിങ്ങൾ കരുതുന്ന ഒരാളെങ്കിലുമായിട്ട് ഇത് പങ്കുവെക്കുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ കമൻറ്റ് ബോക്സിൽ ദയവായി അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.